വിശേഷം? എല്ലാവരും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീക്കെൻഡ് അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞൊരു സിമ്പിൾ റെസിപ്പിയാണ്, അതായത് മുട്ടായി ചമ്മന്തി. അപ്പോൾ ഈ റെസിപ്പിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആൽബം ആണെന്ന് എനിക്കറിയില്ല. തൃശ്ശൂരത്ത് തനതായ കുറച്ച് ഭക്ഷണത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ മുട്ടായി ചമ്മന്തിയുടെ കാര്യം ശ്രദ്ധയിൽ പെട്ടത്. തട്ടുകടയിൽ കിട്ടുന്ന മുട്ടയും ചമ്മന്തിയാണ്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു ഇഷ്ടം തോന്നിയാണ്. ഞാൻ അതിന്റെ റെസിപ്പി ഒക്കെ അന്വേഷിച്ചപ്പോൾ ആർക്കും അത്ര അറിയില്ല പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ മേമ, അതായത് സുനന്ദ മേമ ബോട്സ്വാനയിലാണ്. മേമ നാട്ടിൽ വെക്കേഷന് പോകുന്ന സമയമായിരുന്നു. മേമയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മേമ തൃശ്ശൂരായതുകൊണ്ട് മേമയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മേമ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ വീഡിയോ അയച്ചു കൊടുത്തു. മേമ അങ്ങനെ ആ തിരക്കിൻ്റെ ഉള്ളിൽ പോലും അവിടെ പോയി തട്ടുകടയിലൊക്കെ പോയി കഴിച്ചു നോക്കിയിട്ട് അവരെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പൊ മാമ ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഡിഷ് പറഞ്ഞു തന്നതില്. ഇതിന്റെ ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിന് മുമ്പ് ഇട്ടുണ്ടായിരുന്നില്ലേ ബിരിയാണി ചമ്മന്തി, സെയിം ചമ്മന്തിന്റെ റെസിപ്പി തന്നെയാണ് തട്ടുകടക്കാരൻ മാമയ്ക്ക് കൊടുത്തത്. അപ്പൊ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വലിയ സംഭവമൊന്നും അല്ലെങ്കിൽ പോലും ഇത് കഴിച്ച് കോമ്പിനേഷൻ കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ ഇത് കഴിച്ചിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാം, അതായത് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള പിള്ളേരൊക്കെ, ആൺപിള്ളേർ പ്രത്യേകിച്ചും, അത് തട്ടുകടയിലാകുമ്പോൾ നൈറ്റൊക്കെ പോയി കഴിച്ചിട്ടുള്ളതാണ് അവർ. അപ്പോൾ അവർക്കൊക്കെ നൊസ്റ്റാൾജിയുടെ ഭാഗമായിട്ട് നിങ്ങൾ വീണ്ടും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഈ രുചി അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ നോ എഗ് മയണൈസ് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ കുറേ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് കണ്ടിട്ടില്ല. കാണാത്തവർ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് തട്ടുകട സ്പെഷ്യൽ മുട്ടയും ചമ്മന്തി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുട്ടയും ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ, എന്നാലും ഇത് കോമ്പിനേഷൻ കൂടി കാണിക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ആവുള്ളൂ. അപ്പോൾ ഇത് മുട്ട ഞാനൊരു 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് 10 മിനിറ്റ് പുഴുങ്ങിയ മുട്ടയാണ്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്, ചേച്ചി മുട്ട കുക്കറിൽ പുഴുങ്ങാണ് നല്ലത്, വളരെ എളുപ്പത്തിൽ പുഴുങ്ങാൻ പറ്റുന്നൊക്കെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. സത്യമാണ്, ഞാൻ പണ്ടൊക്കെ കുക്കറിലാണ് പുഴുങ്ങിയിരുന്നത് മുട്ട. പക്ഷെ എന്താണെന്നറിയാമോ, എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ നോൺ സ്റ്റിക്ക് കുക്കർ ഉണ്ടാവില്ല. അപ്പോൾ അലുമിനിയം കുക്കറിലൊക്കെ പുഴുങ്ങുമ്പോൾ മുട്ട പുഴുങ്ങിയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചെയ്തവർക്ക് അറിയാൻ പറ്റും, ഉള്ളിൽ ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലാക്ക് കളർ ഉണ്ടാവും. അതായത് മുട്ടയുടെ തൊലി എന്ന് പറഞ്ഞാൽ കാൽഷ്യം അല്ലേ, കാൽഷ്യം അലുമിനിയം ആയിട്ട് അതങ്ങ് പ്രവർത്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് കളറ് മാറും. നമ്മുടെ അലുമിനിയം കുക്കറിൻ്റെ കളർ ഡാർക്ക് ബ്ലാക്ക് കളറായിട്ട് മാറും. അത് ക്ലീൻ ചെയ്യാൻ ഒരുപാട് സമയം പിടിക്കും. അതുപോലെ തന്നെ കുക്കിംഗ് ടൈം കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഉള്ളിലത്തെ കളർ തന്നെ ഇതേപോലെ പ്യൂർ വൈറ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല, ഒരു മഞ്ഞ കളറായിരിക്കും. അപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് പ്രസൻറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും, കാണാൻ ഒരു ചന്തം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പരിപാടി നിർത്തിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല, സമയക്കുറവാണെന്നുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് പ്രഷർ മാറിയതിന് ശേഷം നിങ്ങൾക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മുട്ട വെന്തിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കലും കുക്കർ മെത്തേഡ് പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിളായി തോന്നുന്നത് അതുപോലെ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ട മാറ്റി വയ്ക്കാം. ഞാനിനി ചെറിയ ജാർ എടുക്കുകയാണ് മിക്സിയുടെ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പുതിനയുടെ ഇലയാണ് ഇടാൻ പോകുന്നത്. കുറച്ചൊരു കൈപ്പിടി പോലും ഇല്ല, ഒരു പകുതി കൈപ്പിടി. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കണം നമ്മൾ ഇടാൻ പോകുന്ന മല്ലിയുടെ ഇല. മല്ലിയുടെ ഇലയുടെ പകുതി ഭാഗം മാത്രമേ പുതിനയുടെ ഇല ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് പുതിനയുടെ ഓവറായിട്ടുള്ള കുത്ത് വരാൻ തുടങ്ങും. അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം. മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നന്നായി വാഷ് ചെയ്തിട്ട് കംപ്ലീറ്റ് മണ്ണ് പോയി എന്ന് ഉറപ്പ് വരുത്തുക. കാരണം നിറയെ മണ്ണുണ്ടാവും ഇതിൽ. മാത്രമല്ല ഇതിൽ വേറെ പുല്ലുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേറെ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ ഈ തട്ടുകടക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചിലപ്പോൾ സ്റ്റോക്ക് കുറവാന്ന് തോന്നുകയാണെങ്കിൽ, മല്ലിയുടെ ഇലയും പുതിന ഇലയൊക്കെ കുറവാ തോന്നുകയാണെങ്കിൽ അവർ പച്ചക്കളർ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് പാലക്കിൻ്റെ ഇല അല്ലെങ്കിൽ ചീരയുടെ ഇലയും കൂടെ ചേർക്കാറുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഇത് വേണ്ട. നമുക്കിപ്പോൾ പുതിനയുടെ ഇലയും മല്ലിയുടെ ഇലയും മാത്രം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഞാനിനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകും, നമ്മുടെ ബിരിയാണി ചമ്മന്തിയുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞാൻ ചേർത്തിരുന്ന പച്ചമുളകിൻ്റെ അളവ്. പക്ഷേ നമ്മളിതൊരു മുട്ടയിലേക്കിട്ട് കൂടിയാണ് കഴിക്കാൻ പോകുന്നത് എന്നതുകൊണ്ട് പച്ചമുളകിൻ്റെ എണ്ണം ഇതിൽ കൂട്ടി കൊടുക്കാൻ പോവുകയാണ്. അതായത് മുട്ട എന്ന് പറഞ്ഞൊരു ബ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു വികാരമില്ലാത്തൊരു ഫുഡാണ് അല്ലേ, ടേസ്റ്റ്. അതുകൊണ്ട് അതിനൊരു നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ബിരിയാണി ചമ്മന്തിക്ക് ഇടുന്ന പച്ചമുളകിനേക്കാളും കൂടുതൽ നമ്പർ ഞാനിപ്പോൾ ഈ മുട്ടയുടെ കൂടെയുള്ള ചമ്മന്തിക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഞാൻ സാധാരണ രീതിയിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ കഴിച്ചപ്പോൾ ജാന് കൊടുത്തപ്പോൾ ജാൻ്റെ ഒരു ഒപ്പീനിയൻ ആയിരുന്നു അത് കുറച്ചും കൂടെ എരിവ് വേണമായിരുന്നു എന്ന്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ആ രീതിയിൽ എരിവ് കുറച്ച് കൂട്ടി കൊടുത്തപ്പോൾ പുള്ളി പെർഫെക്റ്റാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 5 പച്ചമുളക് ഇടുന്നുണ്ട്. എന്നിട്ട് അരച്ച് നോക്കിയിട്ട്
കുറവാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കും. അതായത് നമുക്ക് ആ നല്ല എരിവ് ഫീൽ ചെയ്യണം, അപ്പോഴാണ് ആ കറക്റ്റായിട്ടൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 5 പച്ചമുളക്, നല്ല എരിവുള്ള 5 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ പുതിനയുടെ ഇല, മല്ലിയുടെ ഇല, ഇഞ്ചി, പച്ചമുളക്, ഇത്ര സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് അരച്ചിട്ട് കൊണ്ടുവരാം. ഇതിലിപ്പോൾ ഞാൻ നാളികേരം ആഡ് ചെയ്തിട്ടില്ല. നാളികേരം ഞാൻ അവസാനമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നാളികേരം ഓവറായിട്ട് അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ. ആദ്യമേ തന്നെ നാളികേരം ഇടുകയാണെന്നുണ്ടെങ്കിൽ നാളികേരം ഒരുപാട് അങ്ങ് അരയും, അത് പാടില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ ഈ സംഭവങ്ങൾ മാത്രം അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം നാളികേരം ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള നാളികേരമാണ്, തണുപ്പില്ലാത്ത നാളികേരമാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വിനീഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് വിനീഗറിന് പകരമായിട്ട് നാരങ്ങാനീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്ത് നോക്കട്ടെ. എന്നിട്ട് കുറവാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതിൽ ഇനി പഞ്ചസാര വേറെ ഒന്നും ഇടുന്നില്ല, കാരണം മുട്ടയുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്ര മാത്രം മതി ഐറ്റംസ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് കൊണ്ടുവരാം. അതായത് നാളികേരം ഇട്ട് കഴിഞ്ഞാൽ ഓവറായിട്ട് അങ്ങ് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഞാനിതിലിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം ഓൾറെഡി താഴത്തേൽ വെള്ളം ഉണ്ട്. അപ്പോൾ അരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാ നമ്മുടെ ചമ്മന്തി ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ നമുക്ക് നാളികേരം കാണണം, അങ്ങനെയാണ് അരയ്ക്കേണ്ടത്. അല്ലാതെ ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരയ്ക്കാൻ പാടില്ല. ഈ നാളികേരം നമുക്ക് ഫീൽ ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഇലയൊക്കെ അരയ്ക്കുക. ഇലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരച്ചതിന് ശേഷം മാത്രം ഈ നാളികേരവും വിനീഗറും ഉപ്പും കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അത്ര മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കട്ടെ. നല്ല എരിവ് ഫീൽ ചെയ്യണം. അരെ വാ, അത്രയും പച്ചമുളക് ഇട്ടപ്പോഴാണ് നമുക്ക് നല്ല എരിവ് ഫീൽ ചെയ്യുന്നത്. അതായത് പിന്നെ മാത്രമല്ല കേട്ടോ, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ. എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയിട്ട് വിനീഗർ കുറവാന്ന് തോന്നുകയാണെങ്കിൽ, അതായത് വിനീഗർ അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം പുളി തോന്നുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചമ്മന്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് മുറിക്കുക, പകുതിയാക്കാം, അതല്ലെങ്കിൽ 4 കഷ്ണമായിട്ട് മുറിച്ചതിന് ശേഷം ഈ ചമ്മന്തി അതിൻ്റെ മേലെ വെച്ചിട്ട് കഴിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്കൊന്ന് മുട്ട മുറിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് 2 കഷ്ണമായിട്ട് മുറിക്കാം, അതല്ലെങ്കിൽ 4 കഷ്ണമായിട്ട് മുറിക്കാം. അതെന്താണ് നിങ്ങൾക്ക് സൗകര്യം തോന്നുന്നത് അതിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മുട്ട മുറിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പുട്ട് പുഴുങ്ങിയ മുട്ടയാണെങ്കിലും ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലൈറ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഉപ്പൊന്ന് തൂക്കി കൊടുക്കാൻ പോവുകയാണ്. വളരെ കുറച്ച് മാത്രം കേട്ടോ. ബ്ലാൻഡ് ഫീലിംഗ് ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഉപ്പിടുന്ന നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഉപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മുടെ ചമ്മന്തി അങ്ങ് വെച്ച് കൊടുക്കാം. ഓവറായിട്ടുള്ള എമൗണ്ട് ഒന്നും വേണ്ട, ഒന്ന് കവർ ചെയ്യാം മുട്ടേനെ. ഇത് അപ്പോൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ് ഏറ്റവും നല്ലത്. ഉണ്ടാക്കി വെക്കുന്നേക്കാളും നല്ലത് എപ്പോഴും ഇതുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ചമ്മന്തി. അപ്പോൾ ആ കഴിക്കുന്ന നേരത്തെ അങ്ങ് ഉണ്ടാക്കുക. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ചോളൂ കേട്ടോ. ഞാനിത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അഡൽസിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ കാര്യമായിട്ടൊന്നും ഒരു ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് മുളക് പൊടി അങ്ങ് തൂക്കി കൊടുക്കുക. ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, ഒരു അട്രാക്ഷന് വേണ്ടി മാത്രമാണ്. അത് ആ വീഡിയോയിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി, ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തട്ടുകട സ്പെഷ്യൽ മുട്ട ആൻഡ് ചമ്മന്തി. ഞാൻ ടേസ്റ്റ് ചെയ്യണോ? ഞാനിതിൻ്റെ ഹാഫ് പോർഷൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. കഴിക്കാൻ പോവാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ 10 മിനിറ്റ് പോലും സമയം വേണ്ട. പക്ഷേ നിങ്ങൾ കട്ടിയന്മാർക്ക് കൊടുത്തു നോക്കും, അവർ പറയും ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് അന്ന് കഴിച്ചിരുന്ന മുട്ട ചമ്മന്തി അതെന്ന് പറയും. ഉറപ്പാണ് എനിക്കത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതാണ് കേട്ടോ പ്ലേസ്. ഞാൻ ലുലുവിലാണ്, ഇപ്പോൾ അറേബ്യൻ സെൻറ്ററിലാണുള്ളത്. പ്ലേസിലാണ് നമ്മുടെ ഫുഡൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബാഗ് പറഞ്ഞില്ലേ, അതായത് മാമ്പഴപ്പുളിശ്ശേരിയുടെ മാങ്ങയൊക്കെ സ്റ്റോർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഫ്രീസർ ബാഗ്സ് എന്ന് പറഞ്ഞ രീതിയിലുള്ള ബാഗ്സ് ഇവിടെ നിന്നാണ് കിട്ടുന്നത്, ഈ ഒരു ഏരിയ. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങിച്ചിട്ട് പോവാണ്. അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് മീഡിയം സൈസാണ്. ഇതാണ് അതിൻ്റെ പേര്, റിലാക്സ് എന്നാണ് പേര്. വേറെ പല പ്രോഡക്ട്സ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഇവിടെ ഇത് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. ഇതിന് വലുതും ചെറുതും ആയിട്ടുള്ള സൈസ് അവൈലബിൾ ആണ്.